ഗൈസ്, വെൽക്കം ടു എൻസി വ്ലോഗ്സ്. അപ്പം ഇന്ന് നമ്മൾ ബ്രോഡ്വേ പോകുവാണ്. അപ്പോൾ ബ്രോഡ്വേയിൽ എത്തിയപ്പോൾ എൻ്റെ ഫേസ് ഷോക്കായിട്ടിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലേ, എനിക്ക് വിശന്നിട്ട് കണ്ണ് കണ്ടുകൂടായിരുന്നു. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷമൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാനുള്ള എനർജിക്ക് എനിക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ അതേ ബേബി പുൽക്കൂടിൻ്റെ റേറ്റൊക്കെ തിരക്കുവാണ്. അപ്പോൾ ഈ തവണ നമ്മുടെ രണ്ടുപേരുടെ ഫാമിലിയിലേക്കും സാധനങ്ങൾ വാങ്ങിക്കണം. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസും ലൈറ്റ്സും എല്ലാം വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ലൈറ്റിൻ്റെയൊക്കെ റേറ്റ് തിരക്കുവാണ്. ഇവിടെ 550, 600 അതൊക്കെയാണ് ഒരു 55-50 മീറ്ററിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ അതേ ഇത് ഉണ്ണീശോൻ്റെയൊക്കെ സെറ്റാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നപ്പോൾ ഈ കാണുന്ന മണി എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകണുണ്ട്. അങ്ങനെ ഞാനും 2 എണ്ണം വാങ്ങിച്ചു. എനിക്കൊരു 60 രൂപക്കാണ് ഈ മണി കിട്ടിയത്. അത്യാവശ്യം ബാർഗെയിൻ ചെയ്താൽ നമുക്ക് റേറ്റ് കുറവിലൊക്കെ കിട്ടും കേട്ടോ. ഞാൻ ബാർഗെയിൻ ചെയ്തൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അതുകൂടാണ്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചുകൊണ്ട് പുള്ളിക്കാരൻ എനിക്ക് റേറ്റ് കുറച്ച് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഷൂ ലേസ് അഴിഞ്ഞു പോയപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ചേട്ടൻ വന്ന് എൻ്റെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ച്. പിന്നെ പുള്ളിയുടെ അഡ്വർടൈസ്മെൻറ്റ് നല്ല രസമാണ്. ഹേ പ്രഭു ക്യാഹു എന്നുള്ള ട്രെൻഡിങ് ഡയലോഗൊക്കെ പറഞ്ഞാണ് പുള്ളി അഡ്വർടൈസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫേസ് ഷോക്കായിട്ടിരിക്കുന്ന വേറൊന്നുമല്ല, എനിക്കത് ഈ കാണുന്ന പുൽക്കൂട് വാങ്ങിക്കണം. അത് അവളുടെ ലാസ്റ്റ് പീസാണ്. പക്ഷേ അത് ഇപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ബേബി പറഞ്ഞു. പിന്നെ ഞാൻ ബേബീൻ്റെ ഒപ്പീനിയനോട് എഗ്രി ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പുൽക്കൂട് വാങ്ങിച്ചിട്ടില്ല, ലാസ്റ്റ് വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഇടാനുള്ള ഡെക്കറേറ്റീവ് ഐറ്റമിൻ്റെ റേറ്റ് ഒക്കെ തിരക്കുവാണ്. ഇവിടെ 60, 70, 80 അങ്ങനെയൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെ വില വരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് സ്റ്റാറിൻ്റെ സെക്ഷനിലേക്കാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു, പല സൈസിലെയും കളറിലെയും അങ്ങനെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഒന്നിനൊന്ന് മികച്ച സ്റ്റാറുകളായിരുന്നു. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തത് ഈ കാണുന്ന സിൽവർ കളറിലെ ഒരു സ്റ്റാർ ആയിരുന്നു. അതിനുശേഷം നമ്മൾ 2 ക്രിസ്മസ് ട്രീയും വാങ്ങിച്ചു. എൻ്റെ വീട്ടിലേക്കും ബേബിൻ്റെ വീട്ടിലേക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടിലേക്കും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ നടന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുവാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഉണ്ണീശോൻ്റെ സെറ്റ് വാങ്ങിക്കണം. അപ്പോൾ വീട്ടിലെ സെറ്റൊക്കെ പഴയതായി കളറൊക്കെ പോയിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ പുതിയത് വാങ്ങിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇവിടെ 250 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് ഏറ്റവും ചെറുതാണ്, അത് വാങ്ങിച്ചിട്ട് കാര്യമില്ല, ഉണ്ണീശോനൊന്നും കാണാൻ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മീഡിയം റേഞ്ചിലുള്ളത് വേണമായിരുന്നു. പിന്നെ ഈ കാണുന്ന പർപ്പിൾ കളറിലെ സീരിയൽ സെറ്റും എടുത്തു. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുവാണ്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം കുറേ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 600, 700, 500 അങ്ങനെ റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഈ കടയിൽ നിന്നല്ല കേട്ടോ ഉണ്ണീശോൻ്റെയൊക്കെ സെറ്റ് വാങ്ങിച്ചത്, നമ്മൾ വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ കുറച്ചുകൂടെ നല്ല സെറ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് കുറച്ചിങ്ങനെ നോക്കിയൊക്കെ ചെയ്തു, റേറ്റും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ ഈ തവണ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീകളായിരുന്നു. ഇത്തവണ അവിടെ ഒരുപാട് ക്രിസ്മസ് ട്രീകൾ ഉണ്ടായിരുന്നു. അതിൽ ഇത്തവണ എനിക്ക് പ്രത്യേകത തോന്നിയതെന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീയിൽ തന്നെ ലൈറ്റൊക്കെ വന്ന ടൈപ്പാണ് ഈ കാണുന്ന ക്രിസ്മസ് ട്രീ ആയിരുന്നു. അങ്ങനത്തെ ഒരുപാട് ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. അവിടെ 1500 തൊട്ട് അങ്ങോട്ട് 1500, 2000, 2500 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു ആ ഒരു ക്രിസ്മസ് ട്രീ വന്നത്. പക്ഷെ അതല്ല നമ്മളെടുത്തത്, നമ്മൾ നോർമൽ ക്രിസ്മസ് ട്രീ ആണ് എടുത്തത്. പിന്നെ ഇങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്ക് വന്നു. ഒരു കുടക്കീഴിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഈ കാണുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടു, എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത തവണ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്താണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ ഈ കാണുന്ന പപ്പാഞ്ഞി നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ 2-3 കടയിൽ കയറി റേറ്റ് തിരക്കണം. കാരണം ഒരേ സാധനത്തിന് ഞാൻ ഇവിടെ 2 വിലയാണ് കാണിക്കുന്നത്. ചില കടകളിലെ റേറ്റ് കുറവും ചില കടകളിലെ റേറ്റ് കൂടുതലുമാണ്. അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാ സാധനവും വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുവാണ്. അപ്പോൾ പോണേലും മുന്നേ വീഡിയോ ഒക്കെ എടുത്ത് ലാസ്റ്റ് ബേബി തന്നെയാണ് എല്ലാ സാധനവും ചുമന്നത് കേട്ടോ. ബാഗിലും ഐറ്റംസ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത്തിരി ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്നാലും ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.